ശ്രീധൻ, സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമുണ്ട്. സന്ദീപ് വാര്യർ ഫാൻസ് ഇതെങ്ങനെയാണ് കാണുന്നത്? സന്ദീപ് വാര്യർ ഫാൻസിനെ കുറിച്ച് പറയും മുൻപ് തന്നെ ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നവംബർ 15 പാലക്കാട്ട് ഒരു 2 വർഷം മുൻപായിരുന്നു പാലക്കാട്ട് RSS പ്രവർത്തകനെ സഞ്ജിത്തിനെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറിയാലോ കൊലപ്പെടുത്തിയിട്ട് ഇന്നലെ 2 വർഷമായി. അങ്ങനെ ഒരു പ്രവർത്തകന്റെ നാട്ടിൽ നിന്നാണ് നിലവിൽ സീറ്റ് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നത്. എന്തായാലും ആരാധകർ നിലവിൽ തിരിഞ്ഞിട്ടുണ്ട്. കാരണം സന്ദീപ് വാര്യറിന് BJP-യിൽ യുവാക്കൾക്കിടയിൽ ഒരു ചലച്ചിത്ര താരത്തിന്റെ പരിവേഷം ഉണ്ടായിരുന്നു. സിനിമാ നടനെ പോലെയാണ് അദ്ദേഹത്തിനെ കാണുന്നതും. അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഒരു 6-ാം തമ്പുരാനെ പോലെ ഇറങ്ങി വരുന്ന, അദ്ദേഹം തന്നെ സ്വയം പ്രൊമോഷൻ ചെയ്യുന്ന രീതിയിൽ ഈ BGM എല്ലാം ഇട്ട്, പുതിയ കാലമാണല്ലോ, BGM എല്ലാം ഇട്ട് ഒരു 6-ാം തമ്പുരാൻ അദ്ദേഹം വാഹനത്തിൽ ഇറങ്ങുന്നു, നടന്നു വരുന്നു, മുണ്ടും മടക്കി കുത്തുന്നു. അത്തരത്തിൽ വലിയ ആരാധക വൃന്ദമുള്ള സന്ദീപ് വാര്യർ എന്തായാലും BJP ആരാധകർക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. നാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, ധനുഷ് ചേട്ടനും അന്ന് സംസാരിച്ചിരുന്നു. അതിന് താഴെ തന്നെ ഈ ആരാധകരുടെ വലിയ ശല്യമായിരുന്നു. അവർ പറയുന്നത് അങ്ങനെ സന്ദീപ് വാര്യറിന് BJP വിടാൻ കഴിയില്ല, അദ്ദേഹമാണ് നരേന്ദ്രമോദിയും കാട്ടി യഥാർത്ഥ BJP-കാരൻ സന്ദീപ് വാര്യർ ആയിരുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളായിരുന്നു അന്ന് ഉണ്ടായത്. എന്തായാലും അവർ അവസാനം തിരിച്ചറിഞ്ഞിരിക്കുന്നു, സന്ദീപ് വാര്യറിനും ചതിക്കാൻ അറിയാം. അത്തരത്തിൽ വലിയ ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്ന എന്തായാലും 8ന്റെ പണി കൊടുത്ത് കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. ഈ ആരാധകർ ഇനി എന്ത് ചെയ്യുമെന്നാണ് നോക്കുന്നത്. ഇനി ആരാധകർ ഇനി പുതിയ ആളെ കണ്ടെത്തേണ്ടിയിരിക്കും. എന്തായാലും ഇപ്പോഴും അവർ പറയുന്നു, കാരണം ഈ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ബലിദാനികളെ കുറിച്ച് സന്ദീപ് വാര്യർ വളരെ വിഷമത്തോടെ സംസാരിക്കുന്നതുണ്ട്. അതോടെല്ലാം അത് പാർട്ടിയോടുള്ള സ്നേഹമാണ്, കൂറാണ്, സംഘത്തിനെ മറന്നിട്ടില്ല. അവസാന നിമിഷം പോലും ബലിദാനികളെ കുറിച്ച് സംസാരിക്കുന്ന സന്ദീപ് വാര്യർ ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കർക്കശമായ നിലപാടുകളും അവർക്കുള്ള അധികാര മോഹം കൊണ്ടുമാണ് സന്ദീപ് വാര്യർ പുറത്തുപോയതെന്നാണ് ഈ ആരാധകർ പറയുന്നത്. പക്ഷേ ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കുമ്പോൾ വയനാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വയനാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ കഴിഞ്ഞു പോയാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനായിരുന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ പ്രവർത്തിക്കാൻ വന്നപ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സന്ദീപ് വാര്യറിനായിരുന്നു. ഇത് സംസ്ഥാന പ്രസിഡന്റാണല്ലോ. സംസ്ഥാനത്തെ പ്രസിഡന്റിന് ഇപ്പോൾ നരേന്ദ്രമോദി കേരളത്തിൽ എവിടെയെങ്കിലും പ്രചരണത്തിന് വരുമ്പോൾ അങ്ങോട്ട് പോകണം. അതോടൊപ്പം തന്നെ അമിത്ഷാ വരുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ പ്രചരണത്തിന് വരുമ്പോൾ പോകണം. പിന്നെ ഈ പാർട്ടിയുടെ മീറ്റിങ്ങുകളുണ്ട്. ആ സമയമെല്ലാം പൂർണ്ണമായി തന്നെ വയനാടിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് സമമായി വയനാട്ടിൽ നിന്നൊരാളായിരുന്നു സന്ദീപ് വാര്യർ. വലിയ പരിഗണനയാണ്. എനിക്ക് തോന്നുന്നു പ്രകാശ് ബാബു ഉണ്ട്, മുൻപുള്ള യുവമോർച്ചയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹമെല്ലാം അടിവാങ്ങി നേതാവായതാണ്. അദ്ദേഹത്തിനേക്കാൾ ഒരു വലിയ പദവിയിലേക്ക് ആരാധകരും എടുത്തു വെച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേതൃത്വവും തലയിൽ കയറ്റി വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് എന്തായാലും അതിനുള്ള ഒരു പണിയായിരിക്കും. കാരണം അർഹിച്ചവർക്ക് ഇത്തരത്തിലുള്ള ചുമതലകൾ നൽകാവൂ, അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ഈ കൂടുമാറ്റം ഉണ്ടാകുമെന്നും ഇതിലൂടെ ഒരു സന്ദേശം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വയനാടിലെ കാര്യത്തിലൊക്കെയാണ് പൂർണ്ണമായി തന്നെ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു, വോട്ട് ചോദിക്കാൻ അദ്ദേഹം പോകുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ മത്സരം നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ ആനി രാജ, സുരേന്ദ്രൻ. അപ്പോഴേക്ക് സുരേന്ദ്രന്റെ എല്ലാ അവിടുത്തെ വർക്കുകളും നോക്കി നടത്തുന്നത് ഈ സന്ദീപ് വാര്യർ ആയിരുന്നു. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ നൽകിയിട്ടും അദ്ദേഹം പൂർണ്ണമായി തന്നെ അണികളെയും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തെയും ചതിച്ചിട്ട് പോയിരിക്കുകയാണ്. ഈ പ്രശ്നം ഉണ്ടായതിന് പിന്നാലെ തന്നെ, ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ രാത്രി തന്നെ ഇദ്ദേഹം ഇടഞ്ഞു നിന്നപ്പോൾ അവിടെ RSSന്റെ നേതാക്കൾ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഇദ്ദേഹം പിന്നെ BJP-യുമായി പ്രശ്നമാണെങ്കിൽ RSS നേതൃത്വവുമായി BJP-യുടെ നേതൃത്വവും BJP-യുടെ നേതാക്കളുമായി പ്രശ്നമാണെങ്കിൽ RSS-ൽ എത്ര സംഘപരിവാർ സംഘടനകളുണ്ട്, അങ്ങോട്ട് മാറി പ്രവർത്തിക്കാനുള്ളൂ. എത്രയോ പേർ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ പണ്ട് ശിവശങ്കർ അങ്ങനെ എന്തോ പറയുന്ന ഒരു BJP നേതാവ് അത്തരത്തിൽ പല മേഖലയിലേക്ക് തിരിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് അത്ര ജനകീയനാണെങ്കിൽ ദേശീയതയ്ക്ക് വേണ്ടി നാം മാധ്യമങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്, ദേശീയതയ്ക്ക് വേണ്ടി അദ്ദേഹം വലിയ ഓരോരോ പ്രസംഗിക്കുന്ന ആളാണെങ്കിൽ ആ വഴി നോക്കാമല്ലോ, അല്ലെങ്കിൽ മാറി നിന്ന് തന്നെ മറ്റൊരു വഴി നോക്കാം. എന്നിട്ടും അദ്ദേഹത്തിന് സ്വന്തം ഇമേജ്
സ്വന്തം ആഗ്രഹങ്ങൾ, അധികാരത്തോടുള്ള ശക്തമായ മോഹമാണ് എന്തായാലും ഇതിലൂടെ പുറത്തു വരുന്നത്. കോൺഗ്രസ് വലിയ അധികാരമോഹികളുള്ള പാർട്ടിയാണ്. അതിലൂടെ എങ്ങനെ അദ്ദേഹം തരണം ചെയ്യുമോ, അതോ പണ്ട് അമ്പാടി മുക്കിലെല്ലാം കുറെ BJP പ്രവർത്തകർ CPM-ലേക്ക് പോയിരുന്നു. പിന്നീട് അവർ തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഉണ്ടായത്. വലിയ രീതിയിൽ തന്നെ അവർ തിരിച്ചു വരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ സന്ദീപ് വാര്യറും തിരിച്ചു വരുമോ എന്നറിയില്ല. ചിലപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസുമായി തിരിച്ചു വന്നാൽ വീണ്ടും BJP സന്ദീപ് വാര്യരെ സ്വീകരിക്കുമോ? സ്വീകരിക്കാം, അങ്ങനെയാണല്ലോ. കൂടുമാറ്റം ഉണ്ടാകാം. വലിയ രീതിയിൽ അദ്ദേഹം അങ്ങനെ പൂർണ്ണമായി തന്നെ BJP അങ്ങ് ഈ പ്രസംഗത്തിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിൽ ഈ BJP അങ്ങ് കടന്നാക്രമിക്കുന്ന രീതി തോന്നുന്നില്ല. അദ്ദേഹം ഒരു നേതാവിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവരെ ആണ് വിമർശനം ഉന്നയിക്കുന്നത്. ചിലപ്പോൾ BJP-യിൽ പുതിയ പ്രസിഡന്റും പുതിയ നേതൃത്വവും വരുമ്പോൾ സന്ദീപ് വാര്യറിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന രീതിയിലുള്ള ചർച്ച ഉണ്ടായാൽ അദ്ദേഹത്തിന് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പ്രാദേശികമായി നോക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഗ്രാമമുണ്ടല്ലോ, അതെല്ലാം BJP-ക്ക് വലിയ സ്വാധീനമുള്ള ശക്തി കേന്ദ്രമാണ്. ഒന്നെങ്കിൽ ആ ശക്തി കേന്ദ്രത്തിൽ എല്ലാവരെയും സന്ദീപ് വാര്യർ കോൺഗ്രസ്സായി മാറ്റണം, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സന്ദീപ് വാര്യർ പഴയപടി തന്നെ BJP-യിലേക്ക് തിരിച്ചു വരേണ്ട വഴി, ചിലപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഉള്ള വഴി, പ്രാദേശികമായുള്ള ബന്ധങ്ങൾ വഴി തന്നെ അദ്ദേഹത്തെ ഒരുക്കുന്നതായിരിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയോടെ BJP-യുടെ നേതൃത്വം കണ്ടിരുന്ന ചിലരിൽ തുടക്കത്തിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി മാറാൻ, വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന പ്രസിഡന്റായി മാറാനുള്ള കഴിവ് അദ്ദേഹത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തെ എതിർത്ത് പറയുന്നു. വലിയ ഇതിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പാർട്ടിയുടെ നേതൃത്വം ഈ ഫണ്ടുകൾ തട്ടിക്കുന്നു എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ അദ്ദേഹം ഇനി എന്തായാലും പാർട്ടി വിട്ടു എന്നിട്ട് ഒരു കലഹം ഉണ്ടാക്കാനാണോ? കാരണം ഇപ്പോൾ നമുക്കറിയാം 2 ഗ്രൂപ്പുകളുള്ളതായി അറിയാം. ശോഭാ സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ കൃഷ്ണദാസും, മറ്റൊരു ഗ്രൂപ്പ് സുരേന്ദ്രനുമുണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിട്ടാണ് പോയിട്ടുള്ളത്. കാരണം സുരേന്ദ്രനെതിരെയാണല്ലോ പറഞ്ഞത്. അപ്പോഴേക്കും ഇവർക്ക് ശക്തി പകരുന്നതാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ സുരേന്ദ്രനെതിരെ പറഞ്ഞിട്ടാണ് ഈ പാർട്ടി വിട്ടത് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇനിയും ഉയർന്നു വരാം. എന്തായാലും ഈ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിലെല്ലാം ഈ സ്ഥാനമോഖിയായി എന്തായാലും ഈ സ്ഥാനങ്ങൾ എന്തായാലും കോൺഗ്രസിന് ഇതൊരു തലവേദനയാണ്. സന്ദീപ് വാര്യറിന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇമേജും ഇടിയുകയാണ്. അപ്പോൾ BJP അണികൾ എന്തായിരിക്കും ഉദ്ദേശിക്കുക? അദ്ദേഹം സ്ഥാനമോഹിയായിരുന്നു, അതുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി, അവിടെ നിന്ന് സ്ഥാനങ്ങൾ ലഭിക്കുന്നു. അതും ഒരു വലിയ രീതിയിൽ ചർച്ചയാകാം. പാലക്കാട് എന്തായാലും വർഷങ്ങളായി തന്നെ BJP സംഘടനാപരമായി വളരുകയാണ്. വളരുന്ന സാഹചര്യത്തിൽ ഈ സന്ദീപ് വാര്യറിന്റെ മാറ്റം എന്തായാലും സംഘടനാപരമായി BJP-യെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രസംഗിക്കാൻ കഴിവുള്ള നേതാവ് നഷ്ടപ്പെട്ടതിൽ ചിലപ്പോൾ ചില അണികൾക്കെല്ലാം വിഷമം വരാം, ആരാധകർക്ക് വിഷമം വരാം. പക്ഷെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കൊലച്ചതി ചെയ്തിട്ടാണ് സന്ദീപ് വാര്യർ പുറത്തു പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാത പിന്തുടരാൻ ആരെങ്കിലും BJP-യിൽ നിന്നും ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഇതിലോട്ട് എത്തിയിട്ടുണ്ടല്ലോ, അതിലൂടെ കോൺഗ്രസിലേക്ക് കൂടുതൽ നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമം ചിലപ്പോൾ നടക്കാം. പണ്ടെല്ലാം നാം കേട്ടിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ CPM-മായി ചർച്ച നടത്തിയെന്ന് ഒരു കാലത്ത് വിവാദമുണ്ടായിരുന്നു. അത്തരത്തിൽ ഇനി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ ഈ കോൺഗ്രസിലേക്ക് എത്തിക്കാനോ സന്ദീപ് വാര്യർ ഒരു വഴി ഒരുക്കുമോ എന്നുള്ളതും നാം കണ്ടിരുന്നു കാണണം.